എന്തൊരു ലോകമാണോ? എന്താണ് മനുഷ്യന്മാർ ഇങ്ങനെ ആയിപ്പോയത്? ഒരു മൃഗത്തിനുള്ള അത്രയും പോലും കരുണയില്ലാതായി പോയല്ലോ മനുഷ്യന്മാർക്ക്. ഓരോ ദിവസവും എത്രത്തോളം സങ്കടങ്ങൾ വരുന്ന വാർത്തകളാണ് മനുഷ്യന്റെ ക്രൂരത മൂലം സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. കഴിച്ച ഭക്ഷണത്തിന്റെ അളവ് നോക്കി, സ്ത്രീധനത്തിന്റെ കുറവ് പറഞ്ഞ്, ജാതിയുടെ പേരിൽ അധിക്ഷേപിച്ച് ഈ 21-ാം നൂറ്റാണ്ടിലും ഒരു പെൺകുട്ടിയുടെ ജീവൻ ഇവിടെ ഇല്ലാതാകുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തണം. സ്ത്രീകാര്യത്തെ 30-കാരിയുടെ മരണം അത് വെറുമൊരു ആത്മഹത്യയല്ല, അത് ഈ സമൂഹത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ജാതിവെറിയുടെയും സ്ത്രീധന അത്യാഗ്രഹത്തിന്റെയും കൊലപാതകമാണ്. വിവാഹം കഴിഞ്ഞ് 8 വർഷമായിട്ടും സ്വന്തം മരുമകളെ മനുഷ്യനായി കാണാൻ ഭർത്താവിന്റെ വീട്ടുകാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ജാതി ചിന്തയും അഹങ്കാരവുമാണ് തലയ്ക്ക് പിടിച്ചിരിക്കുന്നത്. ജാതി പറഞ്ഞ് ഒരു മനുഷ്യനെ അധിക്ഷേപിക്കുന്നത് നിയമപ്രകാരം ജാമ്യമില്ലാത്ത കുറ്റമാണ്. ഒരു വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നടക്കുന്ന ഇത്തരം ജാതി അധിക്ഷേപങ്ങൾ പലപ്പോഴും ലോകം അറിയാറില്ല. ഭക്ഷണത്തിന്റെ പേരിൽ പോലും ജാതിയും സ്ത്രീധനവും പറഞ്ഞ് ഒരു പെൺകുട്ടിയെ മാനസികമായി തളർത്തി മരണത്തിലേക്ക് പറഞ്ഞു വിട്ടവരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. നമ്മൾ എത്ര പുരോഗമനം പറഞ്ഞാലും നമ്മുടെ അടുക്കളകളിൽ ഇപ്പോഴും ജാതി ചിന്തയും സ്ത്രീധന മോഹവും വേരുറപ്പിച്ചു കിടക്കുന്നു എന്നതിന്റെ തെളിവാണ് കാവ്യയുടെ മരണം. സ്ത്രീ ലക്ഷ്മിയാണെന്ന് പറഞ്ഞു നടക്കുമ്പോഴും ആ സ്ത്രീയാകുന്ന, അമ്മയാകുന്ന ആ ലക്ഷ്മിയെ പലപ്പോഴും ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുന്നത് എത്രത്തോളം മോശമായ കാര്യമാണ്. മരുമകൾ എന്നുള്ളത് ഭരിക്കാനുള്ള അടിമയല്ല, ആ വീട്ടിലെ തുല്യ അവകാശമുള്ള അംഗമാണെന്ന് മനസ്സിലാക്കാൻ എന്നാണ് നമ്മുടെ അമ്മായിമ്മമാരും ഭർത്താക്കന്മാരും പഠിക്കുക? താനും ഒരു പെണ്ണാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഇത്തരത്തിൽ ക്രിമിനൽ മനോഭാവമുള്ള അമ്മായിമ്മമാരെ ഇല്ലാതാക്കിയാൽ മാത്രമേ വരുന്ന പെൺകുട്ടികൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയൂ. ഇത്തരത്തിൽ ജാതി അധിക്ഷേപവും സ്ത്രീധന പീഡനവും നടത്തുന്നവർക്ക് സമൂഹത്തിൽ യാതൊരുവിധ സംരക്ഷണവും കൊടുക്കരുത്. ഇനി ഒരു പെൺകുട്ടിക്കും ഈ ഒരു ഗതി വരരുത്. ഭർത്താവിന്റെ വീട്ടിൽ പീഡനം അനുഭവിക്കുന്ന എല്ലാ പെൺകുട്ടികളോടും എനിക്ക് പറയാനുള്ളത്, സഹിച്ചും ക്ഷമിച്ചും അവിടെ ജീവൻ കളയരുത്. പ്രതികരിക്കുക, നിയമത്തിന്റെ സഹായം തേടുക. ഈ ക്രൂരത ചെയ്തവർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ കൊടുത്ത് കാവ്യയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം.